നമസ്കാരം പ്രിയമുള്ള കലാശ്രീകളെ. ഇത്രയും നേരം ഞങ്ങൾ അവതരിപ്പിച്ച പ്രോഗ്രാം നിങ്ങൾ കാണുകയായിരുന്നു, ആസ്വദിക്കുകയായിരുന്നു, പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ആര്? നിഖിൽ ദിനേശ്. ദിനിൽ ദിനേശ് വളരെ റേറായിട്ടുള്ള ഒരു നെയിമാണ്. ദിനിൽ ദിനേശ് എത്രാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു? പത്തില്. എവിടെയാ സ്ഥലം? മേലേമുക്ക്. താഴെമുക്കല്ലേ? അല്ല. ആണോ? 16 കല്ലം തന്നെ സ്ഥലം ഉണ്ടോ? ആണാ? ഇവൻ കുഴപ്പക്കാരനാണല്ലോ. ഇവനെ ഒന്ന് ശ്രദ്ധിക്കണം. ഉപദ്രവിക്കില്ലേ അനിയ? ശരി, തുടങ്ങാം. നമ്മുടെ ഗെയിമിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉത്തരം നൽകിയാലേ ഗെയിമിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റൂ, സമ്മാനം കരസ്ഥമാക്കാൻ പറ്റൂ. റെഡിയല്ലേ? 1 മുതൽ 10 വരെ സ്പീഡിൽ ഒന്ന് തന്നെ കേൾക്കട്ടെ. 1 2 3 4 5 6 7 പറയാ നേരെ എന്നടാ. 1 2 3 4 5 6 7 8 9 10. കറക്റ്റാണോ? ഒന്നുകൂടി. 1 2 3 4 5 6 7. കഥാപ്രസംഗം പറയും പോലെ പറയാനല്ലോ. 1 2 3 4 അങ്ങനെയാണ്. കമാ സ്പീഡ്. 1 2 3 4 5 6 7 8 9 10. കറക്റ്റ്. ഒരു കൈയ്യടി കൊടുക്കണം സ്ട്രോങ് ആയിട്ട്. ഇനി അതിന്റെ മുന്നിൽ ഉപ്പ് ചേർക്കണം. ഉപ്പ് 1, ഉപ്പ് 2, ഉപ്പ് 3. സ്പീഡ്. കമാ. ഉപ്പ് 1 ഉപ്പ് 2 ഉപ്പ് 3 ഉപ്പ് 4 35 ഉപ്പ് 10. 10 ഉപ്പ് 1 ഉപ്പ് 2 ഉപ്പ് 3 ഉപ്പ് 4 ഉപ്പ് 35 39 40 ആണോ? പിന്നെ എനിക്കോ? കമാ സ്പീഡ്. ഉപ്പ് 1 ഉപ്പ് 2 ഉപ്പ് 3 ഉപ്പ് 4 35 6 7 8 40. ഉപ്പ് 10 എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെ കൊല്ലല്ലേടാ. ഉപ്പ് 1 ഉപ്പ് 2 ഉപ്പ് 3 ഉപ്പ് 4 ഉപ്പ് 5 ഉപ്പ് 6 ഉപ്പ് 7 ഉപ്പ് 8 ഉപ്പ് 10. ഒരു ചാൻസ് കൂടെ തരാം. ഇത് തെറ്റിച്ചാൽ നിന്നെ പുറത്താക്കും. ഉപ്പ് 1 ഉപ്പ് 2 ഉപ്പ് 3 4 5 6 7 8 9 10. ഒരു സ്ട്രോങ് ആയിട്ട് രക്ഷപ്പെട്ടു. ഓക്കെ, സേഫാണ്. വരണം സ്റ്റേജിലേക്ക്. തൊപ്പി ഒന്ന് ഊരി മാറ്റാമോ? ഒന്ന് കാണട്ടെ. ശരി, എന്താണ് പേര്? വിഷ്ണു. അന്നദാനം. സന്നിധാനം അല്ലല്ലോ, അന്നദാനമല്ലേ? അന്നദാനം. പേര് പറയൂ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട്. വിഷ്ണു. വിഷ്ണു എന്ത് ചെയ്യുന്നു? ബസ്സിൽ കണ്ടക്ടർ. ബസ് കണ്ടക്ടർ. ഏത് റൂട്ടിൽ? കിളിയായിട്ടാണോ കണ്ടക്ടർ ആയത്? അതെ അതെ. അപ്പൊ നീ കുഴപ്പക്കാരനാണ്. ചുമ്മാ പിടിച്ചു. മൈക്ക് ഇങ്ങനെ തന്നെ പിടിക്കണം കേട്ടോ. ഇത് മോശമാണ്. അവൾ ഇങ്ങനെ അത് അങ്ങനെ പറയരുത്. ഓക്കെ, മൈക്ക് ഇങ്ങനെ തന്നെ പിടിക്കണം. ഓക്കെ, റെഡി അല്ലേ? തുടങ്ങാം. സ്റ്റാർട്ടായിട്ട്. ഈശ്വരനിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. ഏത് ദൈവത്തെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്? വിഷ്ണു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ശാസ്താവിനെയാണ്. റെഡിയല്ലേ? 5 പ്രാവശ്യം ഞാൻ പറയുമ്പോൾ നാക്കുടക്കാതെ പറയണം. റെഡി? ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. 5 പ്രാവശ്യം. കമാ. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീ ടൈം കൊടു. കമാ സ്പീഡ്. 5 പ്രാവശ്യം സ്പീഡ്. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശാസ്ത്രമല്ല, ശാസ്ത്ര. കമാ സ്പീഡ്. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടെ അല്ലേ? ഒന്നുകൂടി തന്ന ഒരു 2 പ്രാവശ്യം കൂടി. കമാ സ്പീഡ്. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശരി, ഓക്കെ. അണ്ണാഞ്ഞി വേണം. നമ്മുടെ നെൽസൺ ചേട്ടൻ കാണിച്ചണക്ക് തന്നെയാ. അതാണോ? എന്താണ് പേര്? ഞാൻ ചെറുതെ ചോദിച്ചു. എന്റെ പേര് രായൻ. രായൻ. രാജൻ എന്നല്ലേ? രാജൻ ചേട്ടൻ എന്ത് ചെയ്യുന്നു? രാജൻ ചേട്ടൻ കൂലിപ്പണിയാണ്. കൂലിപ്പണി നല്ല പണിയാണ്. നമുക്ക് ഏതൊരു തൊഴിൽ ജീവിക്കുന്നതിന്റെ മാന്യതയുണ്ട്. അളയാ ഇവിടെ നിൽക്കട്ടല്ലയാ, ചുമ്മാ ഇരളയാ. നമുക്കറിയാം രായണ്ണനെ. രായണ്ണ മുണ്ടല്ല എടുത്തേക്കുന്ന കൈലിയാണ്. ഞാൻ പറയുമ്പോൾ 5 പ്രാവശ്യം പറയും. സമ്മാനം മേടിച്ചോണ്ട് രായണ്ണ അങ്ങ് പൊയ്ക്കോ, ഞാൻ ഉപദ്രവിക്കില്ല. ഓക്കെ, ഞാൻ മുണ്ടിനെ കുറിച്ചാണ് പറയാം. മുണ്ടിൽ ചെളി പുരളരുത്. 5 പ്രാവശ്യം. കമാൻ സ്പീഡ്. മുണ്ടിൽ ചെളി പുരളരുത്. കമാൻ. മുണ്ടിൽ ചെളി പറളരുത്. മുണ്ടിൽ ചെളി പറളരുത്. മുണ്ടിൽ ചെളി പറളരുത്. മുണ്ടിൽ ചെളി പറളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. കമാൻ സ്പീഡ്. മുണ്ടിൽ ചെളി പറളരുത്. വയസ്സായി, പക്ഷെ നാക്കിന് പ്രശ്നമൊന്നുമില്ലല്ലോ. വയസ്സായല്ലോ. കൈയും കാലും അനങ്ങാതല്ലോ. ചുമയ്ക്കും, കൈയും കാലും അനങ്ങാതാവും. നാക്കിന് ഒന്നുകൂടെ 2 പ്രാവശ്യം നമുക്ക് നോക്കാം. മുണ്ടിൽ ചെളി പറളരുത്. ഒന്നുകൂടി. മുണ്ടിൽ ചെളി പറളരുത്. അതാണ് കാര്യം. കുഴപ്പമില്ലണ്ണ. ഇവിടെ അല്ലണ്ണ. അണ്ണ ഇവിടെ അല്ലേ? അണ്ണാൻ എന്നെ സമ്മാനം. ഇങ്ങോട്ട് നീങ്ങില്ലോ. പേര്? ചുമ്മാ പറയുന്ന കേട്ടോ ഇതൊക്കെ. നമുക്ക് രസത്തിന് വേണ്ടി. അവരെ കയറി ഉപദ്രവിക്കില്ലാണ്. അങ്ങോട്ടേക്ക്. പേര്?
സൂര്യകിരൺ. സൂര്യകിരൺ. എല്ലാവരും നല്ല പേരാണ് കേട്ടോ, നല്ല സൂപ്പർ പേരാണ്. സൂര്യകിരൺ എത്ര സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു? ഇനി 7. ഇനി 7. രക്ഷയൊക്കെ എഴുതി കെട്ടിട്ടുണ്ട്. ദൈവം എന്തായാലും രക്ഷിക്കട്ടെ. നമുക്ക് തുടങ്ങാം. സിമ്പിൾ ആയിട്ടുള്ള വീടാണ് ഞാൻ സൂര്യകിരണ് തരാൻ പോകുന്നത്. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. സ്വീഡന്. കൃഷ്ണമൂർത്തി പറയൂ. കൃഷ്ണമൂർത്തി. മൂത്ത പുത്രൻ രാമമൂർത്തി. കമാൻ. ധൈര്യം പറഞ്ഞോ. ഒന്നുകൂടി ശ്രമിച്ചോ. കമാൻ. മൂത്ത പുത്രൻ രാമമൂർത്തി. സുഡേ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കമാൻ സുഡേ. വേണ്ട പാവം. ഹലോ ഹലോ. ഇവിടെ പോവാൻ സമയമായില്ല. ഞാൻ പറയാം. ഫ്രണ്ടിലോട്ട് കയറിക്കണം. എന്താണ് പേര്? ധൈര്യമായിട്ട് നിൽക്കും. നമ്മുടെ നാട്ടുകാരാണ് ഇതൊക്കെ. നമ്മളിപ്പോ ഒരാളെ ഒന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ മാത്രമേ ഈ കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ആകുമെന്നൊക്കെ പറയാൻ പറ്റൂ. നമ്മൾ സിമ്പിൾ ആയിട്ട് നിൽക്കുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആർക്കൊന്നും പറയാൻ പറ്റില്ല. ധൈര്യമായിട്ട് നിൽക്കണം. നമ്മളെല്ലാം മനുഷ്യരാണ്. കൈയും കാലം, 2 കൈയും 2 കാലം, 3 കാലം ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ശരി. എന്താണ് പേര്? ഇർഷാദ്. നിഷാദ്. നിഷാദ് എന്ത് ചെയ്യുന്നു? പെയിന്റിങ്. നല്ല പണിയാണ്. ഓക്കെ. നിഷാദ് ഞാൻ പറയും പോലെ 5 പ്രാവശ്യം പറഞ്ഞിട്ട് സമ്മാനം മേടിച്ചോണ്ട് പോകും. ആദ്യം ഒരു സിമ്പിൾ തന്നെ തരാം. ഓക്കെ. പറയേണ്ടാത്തതായിട്ടുള്ള കാര്യം 5 പ്രാവശ്യം. പറയേണ്ടാത്തതായിട്ടുള്ള കാര്യം. പറയേണ്ടാത്തതായിട്ടുള്ള കാര്യം. പറയേണ്ടതായിട്ടുള്ള ബക്കറേ. പറയേണ്ടാത്തതായിട്ടുള്ള കാര്യം. കമാൺ. പറ്റൂലേ? അത് പറയാൻ പറ്റുമോ? ശരി. ഒരു കുഞ്ഞുങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യം തരാം. സൈക്കിൾ റാലി പോലെ ലോറി റാലി. കമാൺ. സ്പീഡ് 5 പ്രാവശ്യം. അത് മാത്രം പറഞ്ഞാൽ. റെഡ് ബൾബ്, ബ്ലൂ ബൾബ് 5 പ്രാവശ്യം. ഇവിടെ ഇവരൊന്നും പറ്റൂല. ശരി. ഓക്കെ. തുടങ്ങാം. നമ്മുടെ ഗെയിമിൽ 5 പേരും എൻട്രി ആയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കൂ. ഒന്ന് കാണട്ടെ. 5 പേരെ നിര നിൽക്കും. അയ്യോ, അവരെ മൈക്കാണ് കേട്ടോ. മോശമാണ്. ഇതൊക്കെ അറിഞ്ഞ അണ്ണ എന്നെ കൊല്ലും. തുടങ്ങാം. 5 പേരും ഫ്രണ്ടിലോട്ടേക്കൂ. നമ്മുടെ ഗെയിം ആരംഭിക്കാൻ പോവുകയാണ്. ഇവരെല്ലാം എൻട്രി ആയിട്ട് നമ്മൾ എൻട്രി കൊടുത്തതാണ്. അവർക്കെല്ലാം സമ്മതപൂർവ്വം. രായണ്ണ ഇങ്ങോട്ടില്ലെണ്ണ നിരന്നിക്കണം. എനിക്ക് തുല്യമായിട്ട് നിരന്നിക്കണം. ഞാൻ ഈ ബോള് ഈ കഴുത്തിലോട്ട് വെക്കുകയാണ്. ഓക്കെ. കൈകൊണ്ട് പിടിക്കാൻ പാടില്ല. കൈകൊണ്ട് അങ്ങോട്ട് പിന്നെ നമുക്ക് ചേസ് ചെയ്യാൻ പാടത്തില്ല. നല്ല രീതിയിൽ സ്മൂത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി പോകണം. ഓക്കെ. റെഡി? അവർ കൊടുക്കുക. കഴുത്ത് കൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുക. ഇതിൽ കഴുത്ത് വിട്ടുപോകുന്ന ആൾ ഗെയിമിൽ നിന്ന് ഔട്ടാവും. സമ്മാനമില്ല. റെഡി? ഡയണം പിടിച്ചു. ഞാൻ 10 വരെ നില്ലെണ്ണ. ഞാൻ വയ്ക്കട്ടെണ്ണ. കൊച്ചാണ്ണ 10 വരെ. 1 2. ഞാൻ ബാള് മാറാനേ പറഞ്ഞോളൂ, വേറൊന്നും പറഞ്ഞില്ല. 1 2 3. അവനെ കടിച്ചു കൊല്ലല്ലടാ. 3 4 5. അവിടെയാണ് കൊടുക്കുന്നത്. 6. തിരിച്ച് കമാൻ. തിരിച്ചു കൊടുക്ക്. 7 പയ്യനാണത്. 9 10 വരട്ടെ. 11 12 ഇണക്കുരുവികൾ. 13 രായണ്ണ. 14 15. വെരി ഗുഡ്. അണ്ണൻ ആരെണ്ണ വയസ്സായെന്ന് പറഞ്ഞത്? നിത്യ യൗവനമല്ലേ? ഓക്കെ. നമ്മുടെ അടുത്ത ഗെയിമിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ വിടാം. അണ്ണനെ വിടാൻ തന്നെയാണ് വിളിച്ചത്. റെഡിയല്ലേ? ഒരു 1 രൂപ കോയിൻ തരാമോ? എന്റെ കയ്യിൽ നിന്ന് പൈസ എവിടെയോ അണ്ണനുണ്ട്. എന്റെ ഉണ്ടെണ്ണ 2 രൂപ കോയിൻ. നമ്മുടെ രണ്ടാമത്തെ ഇതിലേക്ക് ആരംഭിക്കാൻ പോവുകയാണ്. ഇതിൽ ആരാണ് ഈ കോയിൻ ഊതരുത്, മേലോട്ട് വലിക്കരുത്, പൊറോട്ടയായി മാറും. ഞാൻ ഈ അപ്ലൈ ചെയ്യുകയാണ് മാവിലേക്ക്. ആരാണ് ഇത് 5 പ്രാവശ്യം എണ്ണുമ്പോൾ ആദ്യം എടുക്കുന്നത് അവരായിരിക്കാം വലിയൊരു സമ്മാനമാണ് നിങ്ങളെ കരുതിയിരിക്കുന്നത്. ഓക്കെ. റെഡി? കമാൺ. സ്പീഡ്. 1 രൂപ കോയിൻ കടിച്ചെടുക്കണം. ഓക്കെ. കൈ പുറകെ കെട്ടണം. അത് പറഞ്ഞു. 1 പറയുക. 2 പേരല്ലേ? 1 പേര് ഒരാളുടെ. ഞാനൊന്ന് പറഞ്ഞോട്ട്. ഞാനൊന്ന് തുടങ്ങണ്ട. 1 2 1 2 3 4 5. പേരെന്തരണം? പേര് മതിയണ്ണ. പേരെണ്ണ പറയണ്ണ. പേരെണ്ണ. പേരെന്താ?
രാജൻ ഒരു പ്രതിഭയാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല ഏർപ്പാട്. മതിയമ്മ, ഇനി ബാക്കി എണ്ണയും കൂടെ ഒഴിച്ചെന്ന പൊറോട്ട ഇങ്ങനെ പരത്തിയാണ്. 5 പ്രാവശ്യം ഞാൻ എണ്ണും. സമ്മാനം എടുത്തിലേക്ക് സമ്മാനമില്ല. 1 2 3 4 5 പേര്. പഠിച്ചു, പക്ഷെ ഏറ്റില്ല. ഇനി നിങ്ങൾ 3 പേരേ ഉള്ളൂ. സ്പീഡായിരിക്കണം. നമുക്ക് ഒരുപാട് ജോലിയുണ്ട്. 1 2 3 4 5 പേര്. കളഞ്ഞോ വെളി കളഞ്ഞോ. ഊത്. ഓക്കെ, കമാൺ. വാ. ഇതാ തുടച്ചു കൊടുക്കണേ. ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം. വാ. ഇത് പറ്റുമല്ലോ. അത് പറ്റില്ല. നമ്മള് മോശമാണ്. ഇല്ലല്ല, ആസ്മയുടെ അസുഖമുണ്ടോ? അനിയമോ നോക്കാം. സ്പീഡായിരിക്കണം. ഓക്കെ, സ്പീഡ്. 1 2 3 ഒരു കയ്യടി. സ്ട്രോങ് ആയിട്ട്. എന്റെ പേരെന്താ? എടാ സൂപ്പർ. നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം. നമ്മളിങ്ങനെ നിന്നാ പോലെ സ്ട്രോങ് ആയിട്ടാണ് ക്ലാപ്പ് കൊടുക്കേണ്ടത്. ഇവനാള് കിട്ടില്ല. അവിടെ തുറച്ചെടുക്കൂ. ഇത് പിടിക്കും പ്ലീസ്. ആ പഴം എടുക്കണം. പഴം. ഓക്കെ, റെഡിയില്ലേ? അത് ഊതി കളഞ്ഞോ? വരണം. രായണ്ണ അതോ വിളിക്കുന്നെണ്ണ. അനിയങ്ങ അത് പോട്ടെ. വാ. പഴം പിടിക്കും. അനിയാ വാ. പിടിക്കും. 3 4 റെഡിയില്ലേ? നോക്കുന്നോ? അതോ പിൻവാങ്ങുന്നോ? പിൻവാങ്ങില്ല. കേട്ടോ, പിൻവാങ്ങില്ല. അതെല്ലാം സ്ട്രോങ് ആണ്. നിനക്ക് തിന്നാനല്ല തന്നെ ഞാൻ പറയാം. ഞാൻ 5 വരെ എണ്ണും. ആദ്യം പഴം കഴിച്ച് തീർക്കുന്ന ആൾക്കാണ് സമ്മാനം. ഓക്കെ, റെഡി? നമുക്ക് തുടങ്ങാം. ഇങ്ങോട്ട് നിരന്ന് എല്ലാവരും ഒന്ന് കാണട്ടെ നിങ്ങളെയൊക്കെ. എടാ നീ ഇപ്പോഴേ പറയട്ടാ. 5 വരെ എണ്ണത്തുള്ളൂ, അല്ലെങ്കിൽ 10 വരെ എണ്ണാം. ഓക്കെ, റെഡി? കമാൺ. 1 2 3 4 പേര്. 1 7 പേരില്ലേ? പേര്. ഓക്കെ, പോണം. പേര് പതുക്കെ മതി. കളഞ്ഞോ തുപ്പി കളഞ്ഞോ. ഓക്കെ, റെഡി? ഓക്കെ. ഇതൂടാണോ? ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. ബാക്കി പഴം ആരെങ്കിലും കയ്യിലുണ്ടോ? ഉണ്ടോ? നാളെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വെച്ചേരാ. ശരി, ഓക്കെ. നമ്മുടെ ഗെയിം ഷോ ഇവിടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. സമ്മാനം കളഞ്ഞോ? സ്ട്രോങ് അല്ലേ? എന്താ പേര്? എന്താ പേര്? സൂര്യകിരൺ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇപ്പോ? ഇല്ലല്ലോ, നമ്മുടെ ഗെയിമാണ്. ഓക്കെ, എന്താ പേര്? ഓക്കെ, എന്നാലും കുറച്ച് മാവും പുട്ടും തിന്നു. ഇപ്പൊ നാളെ ആഹാരം വേണ്ട. നമുക്കൊരു സമ്മാനം കൊടുക്കാം. ഇതിൽ ആരാണ് സമ്മാനാർഹൻ എന്ന് പറയുന്നതിന് മുമ്പ് 5 പേർക്ക് നമുക്ക് തുല്യമായിട്ട് ഒരു സമ്മാനം കൊടുക്കാം. 4 പേര് അവര് പിടിക്കുക. ഡായണ്ണ 1 2 സന്തോഷമായില്ലേ? മതി. വരണം. 1 2 ഹാപ്പിയായില്ലേ? കൊടുക്കാം. ആ പോയ ആളെന്ത്? ഓടി.
അങ്ങ് വെച്ചേരമ്മ. ഓക്കെ ഹാപ്പി ഹാപ്പി രായണ്ണ ഹാപ്പി അല്ലേ? ഇനി എവിടെ വെച്ച് കാണാൻ മറക്കരുത്. പൊറോട്ട അടിക്കാൻ പഠിപ്പിച്ച ഞാനാണ്. ഇത്രയേ ഉള്ളൂ. സന്തോഷം സന്തോഷം സന്തോഷം. ഓക്കെ ഇവർക്കൊരു നല്ല കയറി കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ കടമയാണ്. നേരത്തെക്കാളും കണ്ടേക്കാളും നല്ല കയറിയുണ്ട് കേട്ടോ. സ്ട്രോങ് ആയിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി ചൂടിലേക്ക് നമ്മൾ വീണ്ടും മാവഴിക്കാൻ വരികയാണ് പാട്ടിന് ശേഷം. നന്ദി, നമസ്കാരം. ഓക്കെ.